ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറേ സന്തോഷമുള്ള കാര്യങ്ങളുടെ ഇടയിൽ ഒരു സങ്കടമുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാമുവൽ ഇവിടെ എപ്പോഴും വരുന്ന ഒരു മോനാണ്. ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ എന്താ പറയുക വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, കണ്ണിൻ്റെ. അത് കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഇന്ന് പെട്ടെന്ന് നടത്തറയിൽ വെച്ചിട്ട് ഡാഡിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജാണ്, വെൻറ്റിലേറ്ററിലാണ്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നാളത്തെ വിവരം ഞാൻ നാളെ പറയാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. അങ്ങനെ പതിവുപടി രാവിലെ എണീറ്റ് കുട്ടികളുടെ ബഹളം കാര്യങ്ങളും. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അവരുടെ എന്താ പറയുക, അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഫിഷ് ടാങ്ക് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഇറ്റ് വെള്ളമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അത് സാരമില്ലാന്ന്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ആ വെള്ളം ഇത്തിരി കൂടുതലായപ്പോൾ മൂന്നാമതും ഒട്ടിക്കേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഡിവൈനൊക്കെ വലിയ കുഴപ്പമില്ല, എന്നാലും സുഖമില്ല കേട്ടോ. ഡിമ്പിളിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പാച്ചുവിനും ഡിവൈനും ഡാഡിക്കുമാണ് വയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാഡിക്ക് നല്ല നിരുവീഴ്ചയും പനിയില്ല, പക്ഷേ തീരെ ഉഷാറില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പറയാറില്ലേ, ഇങ്ങനെയുള്ള ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയാം. പിന്നെ നൂഡിൽസാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുഴലപ്പം കഴിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ഷൻ കഴിച്ച് പോവും. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ പിള്ളേരുകൾ ഇങ്ങനെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസത്തെയും വീഡിയോയിൽ ഞാൻ അപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ പേര് എന്നേതല്ല, ഒരു കുട്ടി തന്നെയാണ് പല ഐഡിയയിൽ വന്നിട്ട് ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാനിനി റിമൂവ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല കമൻസ്. അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് വായിക്കുന്നവർക്കും അത് എല്ലാവർക്കും ഇപ്പോൾ കമൻസ് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ ഇതും കൂടി വായിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ വായിക്കാൻ. എന്നോട് കുറേ പേര് പറഞ്ഞു ബ്ലോക്ക് ചെയ്യാൻ. പക്ഷേ നമ്മളെന്താ ബ്ലോക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പറയില്ലേ ഇപ്പുറത്ത് ബ്ലോക്ക് ചെയ്താൽ അപ്പുറത്ത് പൊന്തുന്നു അറിയില്ലേ. പക്ഷേ എന്നേക്കുമായിട്ട് ബ്ലോക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി. അത് ബ്ലോക്ക് ചെയ്യല്ല, നമുക്കറിയാലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഈ ഫേക്ക് ഐ ഡി ഉള്ള ആളുടെ ശരിക്കുള്ള പേരും ഊരും ഒക്കെ നമ്മൾ വെളിപ്പെടുത്തും. കാരണം നമ്മളുടെ ക്ഷമയ്ക്കും ഒരു അതിരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ അറിയാം, എൻ്റെ 3-4 വീഡിയോയുടെ താഴെ ഉള്ള കമൻസ് ഞാനൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. എല്ലാം അവിടെ ഭംഗിയിൽ കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മളങ്ങനെ കളയേണ്ട കാര്യം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് പേർക്ക് ബോറടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയണത്, ബോറടിക്കുന്നവർ ദയവ് ചെയ്ത് നമ്മളുടെ വീഡിയോസ് കാണാണ്ടിരിക്കുക. കാരണം ഇഷ്ടംപോലെ ചാനൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നേരം ഏറ്റവും വിലപ്പെട്ട നേരമാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ലാണ്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടിട്ട് നേരം കളയരുത്. അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്. എനിക്കിഷ്ടമില്ലാത്ത കാര്യം എനിക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫോണിൽ എൻ്റെ കമൻസിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ നേരം കളയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചെന്നൊക്കെ സുന്ദരക്കുട്ടനായിട്ട് നിൽക്കുന്ന വലിയ ചക്കൻ്റെ പോലെ ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ഇന്ന് പോകണം. ഇന്നാണ് ഇവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 പേരും റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേ സമയമാണ് കേട്ടോ മാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുമിച്ച് വന്ന് പോകാനുള്ള സൗകര്യം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഒരേ ടൈമാണ്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ചാക്കോച്ചനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ചിലപ്പോൾ മിക്കവാറും അടുത്ത വർഷമല്ല, ഈ സമ്മർ ക്യാമ്പിന് നമ്മുടെ ചാക്കോച്ചനും ചേട്ടന്മാരുടെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും പോകാൻ കൂട്ടാക്കില്ല. അവൻ അപ്പയുടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്ന് പോയിട്ട് വെറുതെ പാർക്കിലൊക്കെ ഒന്ന് തുറന്ന് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൊണ്ട് പോകണത് കേട്ടോ. അപ്പോൾ അവൻ അവിടെ ചെന്ന് കളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 പേരും കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി. എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർ അവിടെ നിന്ന് മാറ്റുമ്പോഴാണ് നമ്മൾക്ക് ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിറച്ച് ഇലകളും വന്ന് കിടക്കുന്നുണ്ട്, മറ്റേ മണി പ്ലാന്റിൻ്റെ. പിന്നെ ഒരു ഇത് ഞാനിന്ന് ചെയ്യുമ്പോൾ പൊട്ടി
കാരണം വെയിലല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളല്ലേ, അപ്പോൾ ദ്രവിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ മണി പ്ലാന്റ് അതുപോലെ ആ സൈഡിൽ പെരുന്നാൾക്ക് ലൈറ്റ് ഇടാൻ വന്നപ്പോൾ അവിടെ നിന്ന് എന്തോ പറ്റിയിട്ട് അത് കംപ്ലീറ്റ് വാടിപ്പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ കാർ പോർച്ചിൻ്റെ വശത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാറുകൾ കിടക്കണ കാരണം എനിക്കോ ഡിവൈനോ ഡിമ്പിളിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ കാറ് പോയ നേരം കൊണ്ട് ഞാനും ഡാഡിയും വേഗം ആ അവസ്ഥയ്ക്ക് കടന്നു കേട്ടോ. കാരണം ഇവർ വരണതിൻ്റെ മുമ്പായിട്ട് ആ പരിപാടികൾ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടും എനിക്ക് അവിടെ അടിക്കാൻ പറ്റിയില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഫിഷ് ടാങ്കിൻ്റെ അവിടേക്ക് വന്നു. ഫിഷ് ടാങ്കിൻ്റെ അവിടെ വന്നപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എപ്പോൾ ഡാഡി ഒന്നും കൂടി അത് കമത്തിയിട്ട് ഒന്ന് ഇത് ചെയ്തിട്ട്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചട്ടി ഞാൻ തൊട്ട വഴിക്ക് പൊട്ടി, പിന്നത്തേൽ താഴെ വീണില്ല, ആ ഒരു കൊളുത്തടക്കം ഇങ്ങനെ ദ്രവിച്ചിട്ടേ. അപ്പോൾ ഇവിടുത്തെ ചട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഞാന്ന് കിടക്കുക, വെയിറ്റോട് ഭയങ്കര കട്ടിയുള്ള മണി പ്ലാന്റാണ്. ഇവിടെ ഡിവൈൻ്റെ അവിടുത്തെ പറമ്പിൽ നിന്ന് കൊടുത്തിട്ടില്ല കേട്ടോ, കോട്ടയത്ത് നിന്ന് കൊടുത്തിട്ടുള്ള മണി പ്ലാന്റാണ്. ശരിക്കും പറഞ്ഞാൽ 2 സ്ഥലത്തെ മണി പ്ലാന്റാണ് ഇവിടെ. ഒന്ന് ഇവിടത്തെയും ഒന്ന് നമ്മുടെ കൊച്ചുവളച്ചൻ്റെ അവിടുത്തെ സുനിയുടെ അവിടെയും ബേബിമാരുടെ അവിടെ നിന്നും കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഡിവൈൻ്റെ അവിടുത്തെ കോട്ടയത്തിന് കനുള്ളത് വലിയ ഇലയായിട്ട് പറമ്പിൽ നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കുറേശ്ശെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലിങ്ങനെ നിറച്ച് മണി പ്ലാന്റ് ആയത്. അപ്പോൾ ഈ വശത്ത് ഫുള്ള് നിങ്ങൾക്കറിയാം നിറച്ച് ചെടികളായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ അവരുടെ ആ അതിർത്തി നമ്മുടെ വെള്ളം പോയിട്ട് ഫുൾ ക്ലീൻ ചെയ്തത് ഈ വഴിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ പിള്ളേരുകൾ അവിടെയാണ്, അവർ ചട്ടികൾ ഫുൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറുകൾ ഇവിടെ കിടക്കണ കാരണം ഉള്ളിലേക്ക് പോയിട്ട് നനയ്ക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓസ് അവിടെ കിടക്കുമ്പോൾ ഓസല്ല, അവിടെ കുട്ടികളും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോവുക, അങ്ങനത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് ആ വശം ക്ലോസ് ചെയ്തു. അവിടെ 4 മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളതൊക്കെ കെട്ടി വരുമ്പോഴേക്ക് ഇതാ പിള്ളേരുകളെത്തി. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത്ര സമയം ഒരാൾക്ക് ഇത്ര സമയം പിന്നാലെ ഓരോരുത്തർക്ക് സമയം കൊടുത്തിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഇതേ അവർ ഒരു വർഷത്തെ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുതാ വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നല്ല രസമാണ് അവരുടെ ഇത് കാണാനായിട്ട്. ഇത് ഫസ്റ്റ് സ്കൂളിൻ്റെ അവരുടെ ഒരു എന്താ പറയുക ബ്രോഷറും കാര്യങ്ങളൊക്കെ, അവരുടെ ഫോട്ടോസ് സ്കൂളിൽ നിന്ന് എടുത്ത ഫോട്ടോ, അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള, നമുക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടം തോന്നും. ഇത് കണ്ടോ. അപ്പോൾ അവനെന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, പിന്നെ അവരുടെ മാം, സ്കൂളിൻ്റെ ഫോട്ടോ, സ്കൂളിൻ്റെ ചെയർമാൻ, അങ്ങനെ എല്ലാതും. ഇത് നമ്മുടെ തോമുവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിവൈൻ കാണിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കഴിഞ്ഞ് കവറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇതിൽ എന്തിട്ടാണ് കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല എന്തിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ളത് കേട്ടോ. പാലും പഴമൊക്കെയാണ്, അതാണ് ഈ കിടന്ന് ഓടുന്നത്. അപ്പോൾ അവിടുന്ന് പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പാലും വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വഴിയിൽ ഇറങ്ങുന്ന പരിപാടി നിർത്തി. പിന്നെ ഡാഡിക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ പനിയാണ് എന്ന്, അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഉച്ച വരെ ആൾ ഫുൾ റെസ്റ്റായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളുടെ പരിപാടികൾ 2.8 വള. അപ്പോൾ ഈ ഒരു വള എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് അല്ല, പക്ഷേ ഒരു ഫിനിഷിങ് വന്നില്ല. പ്ലേറ്റിങ് കഴിഞ്ഞോടുകൂടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചു. അപ്പോൾ അതൊരു പീസ് ബാക്കി നിൽക്കണം കേട്ടോ. ഇതൊക്കെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവൾ ആ ഒരെണ്ണം മാത്രം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബാച്ചിലുള്ള 2-3 എണ്ണം അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ കിട്ടി കഴിയുമ്പോൾ അയ്യോ ആൻറ്റി എന്താ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന് പറയേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ആ ഒരു വള സിംഗിൾ പീസിനാണ് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ നേരിയ വള, ഭയങ്കര ഭംഗിയാട്ടോ. ഇത് നേരിയ വളയാണത്. അതൊക്കെ ജോഡിയായിട്ടാണ് കൊടുക്കുക. ഇതൊക്കെ ഓരോന്നായിട്ട് കൊടുക്കും നമ്മൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക കുറേ ഡിസൈനുകളുണ്ട്. അപ്പോൾ ഇത് ഗോൾഡ് മാത്രമുള്ള സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരുണ്ട് ഗോൾഡ് മാത്രമാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരെണ്ണം അയക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടുപോയതാട്ടോ ഈ വളയുടെ ഇടയിൽ കൂടെ. അങ്ങനെ ഇത് ഗോൾഡൻ വളകൾ മാത്രമാണ്. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലില്ലാത്ത വള മാത്രം മതി ആൻറ്റി എന്ന് പറയും. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വള ചോദിച്ചു കഴിഞ്ഞാൽ 2.8 സൈസ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് സെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ ഹാങ് ആവണു. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കല്ലില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗോൾഡ് മാത്രമുള്ളത് സെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും 2 ഫോൾഡറാക്കിയിട്ട് 2-4 ഫോൾഡറാക്കിയിട്ട് പേളിൻ്റെ വേറെ കരിമണിയുടെ വേറെയൊക്കെ ആയിട്ട്. പക്ഷേ അത് എനിക്ക് തോന്നി അത് വിട്ടിട്ടാണ് ഞാൻ കാണിച്ചതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഗോൾഡ് മാത്രമുള്ളത് എടുത്തത്. പക്ഷേ ഗോൾഡ് അയച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വെള്ള കല്ലിൻ്റെ ഉണ്ടോയെന്ന്. അപ്പം ഞാൻ വെള്ള കല്ലിൻ്റെ അയച്ചപ്പോൾ അടുത്ത ചോദ്യം കറുപ്പുണ്ടോയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, വീണ്ടും പഴയ പോലെ തന്നെ ആക്കാം. കാരണം
നിർത്തിക്കൊട്ടി ഓരോന്ന് അയക്കണേക്കാളും നല്ലത് എൻ്റെ അളവ് ഇത് മുഴുവൻ അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ചോദ്യത്തിൽ കാര്യം കഴിയില്ല. അങ്ങനെ പക്ഷേ ഇതൊക്കെ ഗോൾഡിൻ്റെ ഞാൻ എടുത്ത സംഭവങ്ങൾ കാണിക്കണതാട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എളുപ്പത്തിന് ചെയ്യണ പണിയാണെന്ന് വെച്ചാൽ ഈ എടുക്കുന്ന ഈ വീഡിയോസിലുള്ള അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓടി നടന്ന് അന്വേഷിക്കേണ്ട ഇതാണ് സംഭവം എന്നറിയാം. അപ്പോൾ ഞാൻ ഈ ബോക്സ് എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ എനിക്കും പണിക്ക് കുറച്ച് എളുപ്പമായി. ഇപ്പോൾ ഡിംപിളിനും ഡിവൈനും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊന്നിനും ഇപ്പം നേരം കിട്ടണില്ല. കുട്ടികൾ വെക്കേഷനായില്ലേ, അപ്പോൾ അവർക്ക് ഓരോന്ന് ഒരാൾ അത് ചോദിക്കുമ്പോൾ ഒരാൾ മറ്റേത് ചോദിക്കും. അങ്ങനെ നല്ല മേളാട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കാണിക്കാനും എടുക്കാനും എളുപ്പത്തിനുള്ള പരിപാടികൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യണവർ അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ നേരം അനുസരിച്ച് അത് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഒറ്റെണ്ണം കല്ലിൻ്റെ വളകളില്ല, ഫുൾ ഗോൾഡിൻ്റെ വളകളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2.6 പക്ഷേ ഞാനത് ബോക്സുമ്പോൾ ഒരെണ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. 2.6 കേട്ടോ, 2.6. അപ്പോൾ 2.6 വളകൾ വേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സെക്ഷനാണ് കേട്ടോ സെൻഡ് ചെയ്യുക. അങ്ങനെ ഉച്ചയിലത്തെ ഊണ് റെഡിയായി. അപ്പോൾ ഇന്നലത്തെ കറികൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിക്ക് നമ്മൾ ചോറ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കറികളൊക്കെ കൂടുതലാക്കി മാറ്റി വെച്ചത്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടതല്ലേ, ഇവരെ ഒന്ന് ഔട്ടിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ കൊള്ളിയും മുട്ടയും കൂടി കൊണ്ടുവന്നപ്പോൾ ചോറ് അങ്ങനെ ബാക്കിയായി. അപ്പോൾ ചോറ് ഞാൻ ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചു. കറികൾ ഉള്ളത് മാത്രം മതി എന്ന് പറഞ്ഞു. പപ്പടവും കൊണ്ടാട്ടവും വറുത്തു. അങ്ങനെ ഇന്ന് ഉച്ചയിലത്തെ പരിപാടി ഭംഗിയായിട്ട് കഴിഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഊണാട്ടോ ഇഷ്ടം. കട്ടത്തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് കേടും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സ്കുഷിയായി. പക്ഷേ ഇന്ന് ഞാൻ പിന്നെ ഇവിടെ ഡിവൈൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാട്ടോ. ഓരോ ദിവസം ചെല്ലും തോറും അച്ചാറിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരാം. കുറച്ച് ബെല്ലം കൂടി ഇട്ട കാരണം ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടിയിട്ടാട്ടോ നല്ല ടേസ്റ്റ്. വളരെ സിമ്പിളായിട്ടാണ്. ഞാൻ മിനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ മാങ്ങ വറുത്തെടുത്തിട്ടുള്ള സംഭവം അതാണ് കേട്ടോ. അങ്ങനെ സമയം 2:45 അപ്പോഴേക്കും ആൻസനും മാത്തനും കൂടിച്ച് വന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകണ്ടേ. അപ്പം നാളെയാണ് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഇന്നാണ് സൺഡേ ആണ് ബാപ്റ്റിസം. അപ്പോൾ അതിലേക്കുള്ള റിട്ടേൺ ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെടിയാണിത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇത് നനച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആൻസൻ അവിടെ നിന്ന് അങ്ങനത്തെ ബോക്സ് കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനത്തെ ബോക്സ് കൊണ്ടുവന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഒരു ലെയറേ വെക്കാൻ പറ്റുള്ളൂ. അതിലിങ്ങനെ ലെയർ വെച്ചിട്ട് മുകളിൽ ബോക്സ് വെച്ച് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ അവരിതേ കൊണ്ടുപോകണു. അപ്പോൾ അതോടുകൂടി ഡിംപിളും വാങ്ങിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ മറ്റേ പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ അവർ പറയായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ, ആരും ചോദിക്കുമ്പോഴും നല്ല ചൂടാണെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പലതരം അസുഖങ്ങളാണ്. കാരണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടും മൊത്തത്തിലും ഒരു എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമല്ല. അപ്പോൾ എല്ലായിടത്തും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ ഫുൾ ടൈം വെയിലത്താണ്. അപ്പോൾ എങ്ങനെ പറയുമ്പോഴും വെയിലത്തുനിന്ന് കയറില്ല. അപ്പോൾ പാച്ചു അപ്പയ്ക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ, അവൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അപ്പയും ഓരോന്ന് ചോദിക്കുമ്പോൾ അവനെല്ലാത്തിൻ്റെയും മറുപടി മണിമണിയായിട്ട് പറഞ്ഞു തുടങ്ങി. അപ്പം നമ്മൾക്ക് കുട്ടികൾ 2 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസം. അങ്ങനെ അപ്പയ്ക്ക് ഓരോന്ന് അവൻ്റെ ഫ്രണ്ട്സിനെയും ആൾക്കാരെയും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോ ജ്യൂസ് നല്ല തണുത്ത ജ്യൂസ് കുടിച്ചിട്ട് അവരിറങ്ങി. കാരണം സംഭവം ചായയുടെ നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ചൂടുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ച് അവരിറങ്ങി. അപ്പോൾ ബോക്സുകളിൽ ഇങ്ങനെ അടിക്കടിക്കായിട്ട് മറ്റേത് വെക്കാനുള്ള ആ സംഭവം പേപ്പർ കൊടുത്തയക്കുക ചെയ്തേട്ടോ. അപ്പോൾ നാളെ ഇപ്പോൾ അവർ വരണവർ സെറ്റ് ചെയ്തോളും. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാനിത് പൊട്ടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് നാളത്തേൽ ഉൾപ്പെടുത്തി തരാം കേട്ടോ. കാരണം ഞാനിത് കണ്ടപ്പോഴാണ് ഓർത്തത്. ഞാൻ ആൻസൺ വന്ന തിരക്കിൽ ഇത് വാങ്ങിയിട്ട് ഞാൻ അലമാരിയിൽ വെച്ചു, എന്താന്ന് പോലും നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആൻസൺ പോകാൻ കാത്തുനിന്നു. ഞങ്ങൾ ഡിംപിളിൻ്റെ ഡ്രസ്സ് തയ്ച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാച്ചുവിൻ്റെയും ഡിംപിളിൻ്റെയും ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലത്തെ പരിപാടി കഴിഞ്ഞ് നേരെ അത് വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചപ്പോഴാണ് ആൻസൺ ഈ സംഭവം എടുക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആയമ്പോലെ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ഭാവനയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഡിംപിളിൻ്റെ വീഡിയോയിൽ കാണും കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഈ നടത്തറ സെൻറ്റർ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ സാമുവലിൻ്റെ ഡാഡീനെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ നടത്തറ സെൻറ്ററിൽ വെച്ചിട്ട് മരത്താക്കരയിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് 2 വീലറിനായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയാണ് വീട് കേട്ടോ, നെല്ലിക്കുന്നത്താണ് വീട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാമുവൽ വന്നപ്പോൾ ഡിംപിളും ഡാഡിയും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മയെ കാണാൻ. പക്ഷേ അമ്മയ്ക്ക് കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അമ്മയെ കണ്ടില്ല. അപ്പോൾ ഡാഡിയോട് കുറേ നേരം സംസാരിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംപിളിന് അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. കാരണം എനിക്ക് തോന്നുന്നു 1 മാസമായിട്ടുള്ളൂ കണ്ട് സംസാരിച്ച് പോന്നിട്ട്. അപ്പോൾ അവൾ പറയുകയും ചെയ്തു നല്ലൊരു അപ്പാപ്പൻ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക, മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പം ഞാൻ കുട്ടികളോട് പറയായിരുന്നു, ഇന്നലെ ഈ നേരത്ത് ആൾ വിചാരിച്ചിട്ടുണ്ടാവും നാളെ ഞാൻ വെൻറ്റിലേറ്ററിലായിരിക്കുന്നു. അപ്പം നമ്മളുടെ മനുഷ്യന്മാരുടെ അവസ്ഥയൊക്കെ ഇത്ര തന്നെയുള്ളൂ. ഇതൊന്നും അറിയാണ്ട് വെറുതെ കിടന്ന് അങ്ങോട്ട് കുറേ കളിയാക്കി കുറേ ഇങ്ങോട്ട് പുച്ഛിച്ച് എന്തിനാ ഞാൻ എപ്പോഴും ആലോചിക്കും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം ഉള്ള ലൈഫ് നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് നല്ലത് പ്രവർത്തിക്കാണ്ട് വെറുതെ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് അവരെക്കുറിച്ച് പുച്ഛിച്ച് കളിയാക്കി പ്രായം പോലും നോക്കാണ്ട്, അതാണ് ഏറ്റവും പറയേണ്ട കാര്യം. അപ്പോൾ ദൈവപ്രാസ്യമ്മയാണ് മുമ്പിൽ തന്നെ വന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് അതാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ, അത് ഈ പറയുന്നത് എല്ലാവരോടും കൂടിയിട്ടല്ല, ഈ കേൾക്കുന്നവർക്കെല്ലാം അറിയാം ഞാനാണ്, എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയണേന്നുള്ളത്. കാരണം ഭയങ്കര സങ്കടം തോന്നും മക്കളെ പ്രായം പോലും ഓർക്കാണ്ട് ഇങ്ങനെ കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യണ കാണുമ്പോഴേ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും തമ്പുരാനോട് പറയുക എപ്പോഴും നീ ചോദിച്ചോ. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ചെറുതായി പോവും, തമ്പുരാൻ ചോദിക്കുമ്പോൾ അത് ശരിക്കും ചോദിക്കും. അപ്പം ഞങ്ങൾ ഭാവനയിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഞങ്ങളുടെ മനസ്സിൽ കോൺഫിഡൻറ്റ് ഇവിടെ ഫ്ലാറ്റിൻ്റെ അവിടേക്കൊന്ന് വരണം എന്നായിരുന്നു. പക്ഷേ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരാത്ത ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഡാഡി ഓൾറെഡി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ഡാഡി ഇപ്പോഴാണ് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഭയങ്കര തിരക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു നമ്മൾ കുരിയച്ചിറ വഴി വന്ന കാരണമെന്ന് തോന്നുന്നുണ്ട്. വണ്ടി ഇങ്ങനെ നിർത്തി കൊട്ടിയിട്ട് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീട് കണ്ടപ്പോൾ നോക്കിയത് ഈ വീടിൻ്റെ മുറ്റത്ത് നിറച്ച് മാങ്ങ കൊത്തിയിട്ട് പഴുത്തിട്ട് ഇങ്ങനെ കെടുക്കുക, ഗേറ്റും ഇല്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഒല്ലൂർ സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ വേറെ ഷോപ്പിൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാനത് ഇതിൽ ഉൾപ്പെടുത്താട്ടോ, കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും. ഞങ്ങളിപ്പോൾ ഭാവനയിൽ പോയപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു റെൻറ്റഡ് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ. ഈ ബ്രോഷർ കിട്ടിയതും അങ്ങനെയുള്ള ഒരു ഷോപ്പിൻ്റെയാണ്, വടക്കാഞ്ചേരിയിലുള്ള ഒരു ഷോപ്പിൻ്റെ. അപ്പോൾ ഞാനത് വീട്ടിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് നമ്മളുടെ മിൻസിലേക്കാണ്. അപ്പോൾ ഡിംപിളിനെ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് മിൻസിൽ വന്നു. അപ്പോൾ മിനി ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലോസ് ചെയ്യണ സമയമായി. എന്നാലും അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പാച്ചു അപ്പോഴേക്കും ഒന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ യാത്രയൊക്കെ പറഞ്ഞ് വേഗം ജസ്റ്റ് ഒരു ത്രെഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോണതിന് മുമ്പ് ചോയ്സിൽ ഇറങ്ങി ഡാഡി എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാച്ചുവിന് പതിവില്ലാണ്ട് ചുമ എന്താ പറയുക കുറയണില്ല, നല്ല ചുമ. അതിന് ഈ വെയിലത്തല്ലേ കളി. അപ്പോൾ അവിടെ നിർത്തി മറ്റേ ഫെപ്പാനിൽ വാങ്ങി. പിന്നെ ചുമയുടെ മരുന്ന് ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പിൻ്റെ ബ്രോഷർ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഭാവനയിൽ ഇത് കണ്ടു. ഇപ്പോൾ തൃശ്ശൂർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭാവനയിൽ ഡിംപിളുടെ വീഡിയോയിൽ കംപ്ലീറ്റ് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം, ഇത് വടക്കാഞ്ചേരിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു റെൻ്റൽ ഓർണമെൻറ്റ്സ് നല്ല കളക്ഷൻസ് ഉണ്ട്, പിന്നെ അധികം പഴക്കമില്ല, പുതിയതാണ്. അപ്പോൾ എല്ലാതും പുതിയത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സുകളും ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ ഡ്രസ്സും ഉണ്ട്. ഡിംപിൾ ശരിക്കും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്തേട്ടോ. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ഇതൊക്കെ കണ്ടെങ്കിൽ ഞാൻ വെറുതെ സ്റ്റിച്ച് ചെയ്യില്ലായിരുന്നു, ഇതുപോലെ റെൻറ്റിന് എടുക്കുള്ളായിരുന്നു. കാരണം ഒരു ഫംഗ്ഷന് ഇടല്ലേ വേണ്ട. അത് ഇവർ പറഞ്ഞു പുതിയ ഡ്രസ്സ് വേണമെങ്കിൽ ഫസ്റ്റ് തയ്ച്ച് തന്നിട്ട് പിന്നെ അത് ഒരുവിധം എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഡിംപിളിൻ്റെ ഡാൻസിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് മറ്റേ സമയത്തിൽ ഒരു ഡ്രസ്സ് ഡിംപിളിൻ്റെ അളവിൽ തയ്ച്ചിട്ട് പ്രോഗ്രാം കഴിയുമ്പോൾ അത് അവിടെ കൊടുക്കും, അങ്ങനെയായിരുന്നു. ഇപ്പം ഭാവനയിൽ ചെന്നപ്പോഴും അത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകളായിട്ടും ഓർണമെൻറ്റ്സായിട്ടും ഹെവിയും ലൈറ്റൊക്കെ ആയിട്ടുള്ള കണ്ടമാനം. ഇപ്പോൾ മധുരം വെപ്പിന് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ അതൊക്കെ ഡിംപിൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിംപിളിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ നോക്കാമായിരുന്നു ചെടി വെച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഒരു ചെടിച്ചട്ടിയിലത്തെ ചെടി ശരിക്കും ഇങ്ങനെ വാടി തളർന്നു. കാരണം നല്ല വെയിലല്ലേ ഈ അറ്റത്തത്തെ.
അപ്പോൾ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിൽ വെള്ളം നിൽക്കണില്ല, ഇങ്ങനെ താഴേക്ക് പോയിന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണതെന്ന് വെച്ചാൽ പുതിയ ചട്ടിയുടെ ഉള്ളിലേക്ക് പഴയ ചട്ടി ഇറക്കി വെച്ചേക്കാം ഓട്ടയോട് കൂടിയിട്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു കുളിർമതി ഉണ്ടാവുമല്ലോ, അങ്ങനെ വെച്ചേ. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ഡിവൈൻ അത് ബാക്കി ചട്ടികളും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടയുള്ളത് താഴേക്ക് ഇറക്കിയിട്ട് ഓട്ട അടച്ചു. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയതാണ്, അവിടെ ഓട്ടയില്ലാത്ത ചട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ അത് മനസ്സിൽ നിന്ന് വിട്ടുപോയി. അല്ലെങ്കിൽ ആ ചട്ടി വാങ്ങിച്ചെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിലയ്ക്ക് വ്യത്യാസമുണ്ട്, എന്നാലും സാരമില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ എത്ര തവണയായി ഓട്ട അടയ്ക്കാൻ നോക്കണു. അങ്ങനെ ഞാൻ നമ്മുടെ 2R ബാക്കി വളകളാണിത് കേട്ടോ. അപ്പോൾ ഇതിൽ പല പാറ്റേൺ വളകളുണ്ട്. ഗോൾഡ് മാത്രമുള്ള സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു കരിമണിയും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. കാരണം എല്ലാതും കൂടി എടുത്ത് അവസാനിക്കില്ല, അത്രയും അധികം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസൈനുള്ളത് 2R കേട്ടോ. 2R 2.8 പിന്നെ കുറവാണ് 2.4 2.10 2R കുറവാണ്. ഏറ്റവും കുറവ് 2R 2.2 2.10 അതായത് ഏറ്റവും കുഞ്ഞിതും ഏറ്റവും വലിയതും ഏറ്റവും കുറവ് ഡിസൈനുള്ളത്. 2R 2.8 ഇഷ്ടം പോലെയുണ്ട്. കാരണം ഒരുവിധം എല്ലാവരുടെയും കയ്യിൻ്റെ അളവ് 2R 2.8. ഇതിവിടെ സ്ക്രൂ ഉള്ള വള കേട്ടോ. നല്ല അത് കുഞ്ഞിയ കൈനായാലും പാകം വലിയ കൈനായാലും പാകം അവിടെ അങ്ങനെ കിടന്നുള്ളൂ. നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കുറേ പേർക്ക് സംശയമായിരുന്നു, ഞാൻ സ്റ്റാറ്റസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്യാത്ത ഓർണമെൻറ്റ്സ് ഇടും. അപ്പോൾ ചിലർക്ക് സംശയമായിരുന്നു അങ്ങനെയാണോ കൊടുക്കുകയെന്ന്. അങ്ങനെയല്ല, അത് പ്ലേറ്റ് ചെയ്യാത്ത ഓർണമെൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് പ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗോൾഡിൻ്റെ കളറായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ ഒരു കോപ്പറും വിളക്കിയൻ്റെ കളറും ഒക്കെ ആയിട്ടാണ് കാണുക നിങ്ങൾ. അങ്ങനെ ഇവിടെ ചേട്ടനും അനിയനും ഭയങ്കര കളിയാണ്. ഞാൻ പറയാറില്ല ഇവർ രണ്ടുപേരാണ് ഭയങ്കര സെറ്റെന്ന്. അപ്പോൾ അവർ ഇതിൻ്റെ ഇടയിൽ ഉള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അവിടെ ആ പരിസരത്താണ് അവരുടെ കളികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു തരം കയറുപിരി, ഒരു 3-4 തരം കയറുപിരികളുണ്ട്. അതൊന്ന് ഇത് 2 ഇതൊരു സിക്സാക് ടൈപ്പ് കയറുപിരി. പക്ഷേ ഇതിനേക്കാളും ഭംഗി നമ്മളുടെ ഇതുപോലത്തെയൊക്കെ സാധാരണ കയറുപിരി കേട്ടോ. മറ്റേത് ഞാൻ ഒരു എന്താ പറയുക ടെസ്റ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നോക്കിയത്. പക്ഷേ എനിക്കെന്തോ അതിനേക്കാളൊക്കെ ഇഷ്ടമായത് ഇത് നമ്മുടെ സാധാരണ കയറുപിരിയാണ്. സിക്സാഗിനേക്കാളും ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങാണ്. സ്വർണ്ണവളയാണെന്ന് തന്നെ പറയുള്ളൂ. ഇത് നമ്മുടെ മാറ്റ് ഫിനിഷ് ഉള്ള ഒരു വളയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റേ നോർമൽ ഇതായാലും ഇങ്ങനെ. ഇത് 2 സൈഡിൽ 2 ഡിസൈനാണ് കണ്ടോ. 2 സൈഡിലും 2 ഡിസൈനാണ്. ഒരു പൈപ്പ് വളയാണ്. ഭയങ്കര വെയിറ്റ് കുറവാണ്, എന്നാൽ കാണുമ്പോൾ വലുതാന്ന് തോന്നും. പക്ഷേ കൈമിടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. ഇതും ഈ പറഞ്ഞ പോലെ സ്ക്രൂവിൻ്റെ ബാങ്കിളാണ്. ഇത് 2R. ഇപ്പോൾ 2.8 വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വളയാണ് കേട്ടോ. അപ്പോൾ 2 സ്ക്രൂ വളയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത്. ബാക്കിയൊക്കെ നോർമൽ വളകളാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ സ്പ്ലിറ്റ് ബാങ്കിൾ ഈ ബാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ നോർമൽ ബാങ്കിൾ. ഇതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് സൈസ് തന്നെ വേണം, എന്നാലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് എത്തിച്ച് തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സൈസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാനത് സേവ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചോദിച്ചാലും, പ്രത്യേകിച്ച് മറ്റേ സൈസ് നോക്കുന്ന ചാർട്ട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് വേറൊന്നുമില്ല, നമ്മളുടെ വള ഇങ്ങനെ വട്ടം വെച്ച് ഉള്ളിൽ വരച്ച് അതിൽ അളന്ന് അത് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ ചാർട്ട് അങ്ങനെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.4 എന്ന് പറഞ്ഞിട്ട് 2.6 ആവും, ചിലപ്പോൾ 2.6 എന്ന് പറഞ്ഞിട്ട് 2.8 ആവും, അങ്ങനെയൊക്കെയോ. അപ്പോൾ അതിനുള്ള ചാർട്ട് നമ്മളുടെ അടുത്തുണ്ട്. അപ്പോൾ അത് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ കിച്ചണിൽ നമ്മുടെ ചപ്പാത്തിയും കിഴങ്ങ് കറിയായിരുന്നു. കറക്റ്റ് ഇറച്ചി കഴിക്കുന്ന പോലെ ഇറച്ചി മസാല ഇട്ടിട്ടുള്ള കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ അവരവരുടെ വഴിക്ക് പോയി. അപ്പം ഞാൻ ചെടികൾ ഇന്ന് എടുത്തതിന് ശേഷം ഞാൻ ഈ വഴിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കാൻ പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ മീനുകളായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഉഷാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അപ്പുറത്ത് വെള്ളത്തിൽ ടാങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പോഴും ഓട്ടയായിട്ടിരിക്കണം, ബാക്കി 2 സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പട്ടികൾക്ക് ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് അവർക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെക്കൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവർക്ക് വാരി കൊടുക്കണം, എന്നാലേ അവർ കഴിക്കുള്ളൂ. ഒരു ഇത് കേട്ടോ, ബാക്കി അവർ വെറുതെ കഴിക്കും, സ്വന്തമായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ നാളേക്ക് ബ്രെഡാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. നാളേക്ക് ബ്രെഡും ഒന്നുകിൽ രാവിലെ കുട്ടികൾ സ്റ്റൂ ഉണ്ടാക്കും, അല്ലെങ്കിൽ
മുട്ടയോ ജാമോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി അവസാനിപ്പിക്കും. നാളെ പ്രത്യേകിച്ച് സൺഡേയും കൂടിയല്ല, പിന്നെ യാത്രയുള്ളതാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോസിൽ ഇത് കാണിച്ചപ്പോൾ ഇന്ന് എനിക്ക് അധിക ഭാഗം പോവുക ഇങ്ങനത്തെ സംഭവങ്ങളാണ്. കാരണം ഞാൻ മറ്റേ ഡ്രീം കളക്ഷൻസ് ഒന്ന് പൊക്കി കൊണ്ടുവന്നിട്ടില്ല, അത് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് വീഡിയോൻ്റെ ഇടയിലാണെന്ന് പിന്നീട് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കതറിയാം. പക്ഷേ ഡ്രീം കളക്ഷൻസിൽ എനിക്കത് എന്താ പറയുക സേവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റണില്ല, ആ ചാനലും കൊണ്ട് പൊക്കി കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ഇനി തിരക്ക് കൂടുതലാണ്, പിള്ളേർസ് അകത്തുള്ള കാരണം ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇത് റൂബി ജെയ്ഡും കൂടിയിട്ടുള്ള വളകളാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ആ സെക്ഷനാണ്. പിന്നെ ഞാൻ കരിമണിയുടെയും കൂടി എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതാ തന്നെ കരിമണിയുടെയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു കുട്ടി കരിമണി ചോദിച്ചു, ഒരു കുട്ടി ഇത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ ചോദിക്കുമ്പോൾ ഗോൾഡ് മാത്രം അയച്ചു കൊടുക്കുമ്പോഴാവും അവർക്ക് കരിമണി ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ ചോദിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും ഒറ്റ ഫോൾഡർ തന്നെ ആക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 83 പാറ്റേണാണ് അങ്ങോട്ട് ഉണ്ട് കേട്ടോ ഒരു സംഭവം. ഈ സംഭവം മാത്രം ഇപ്പോൾ കരിമണി തന്നെ നിങ്ങൾ എത്ര പാറ്റേണാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്തെടുത്തപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇത് മാത്രമായിരുന്നു പണികൾ. കാരണം ഈ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാലല്ലേ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനിത് പ്ലേറ്റ് ചെയ്തിട്ട് മിണ്ടാണ്ടകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇത് വള കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുമ്പ് ഞാൻ മാല കാണിച്ചിട്ടുണ്ട്, സെയിം റൂബിയും ബ്ലാക്കും കൂടിയിട്ട്. അത് 6 പിടിയുണ്ട്, 8 പിടിയുണ്ട്, 2 ലെയറുണ്ട്, 3 സിംഗിൾ ലെയറുണ്ട്. അങ്ങനെ ഉള്ള അതിൻ്റെ മാച്ചിന് ഉള്ള വളയാണ് അത് കേട്ടോ. ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരിടയ്ക്ക് സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ 2 ലെയർ വരുന്ന സംഭവം. പിന്നെ ഇത് കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ളത് ഈ മറ്റേ മാലയ്ക്ക് മാച്ചുള്ള പോലെയാണ്, ബ്ലാക്കും റൂബിയും കൂടിയിട്ട്. അപ്പോൾ ബ്ലാക്കിൻ്റെ ലെയറിൻ്റെ മാലയുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറക്കം, പിള്ളേഴ്സിൻ്റെ ഒക്കെ ഉറക്കം കഴിഞ്ഞപ്പോൾ പാച്ചുട്ടൻ ഉറങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കണു. ഓച്ചു കുളി കഴിഞ്ഞ് വന്നതാണ്. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കുരിശ് വരച്ച് അവർ കിടക്കാൻ പോവാട്ടോ. അപ്പോൾ ഇതും കൂടി കഴിയുമ്പോഴാണ്, ഇവരും കൂടി പോയി കഴിയുമ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ പാച്ചുവിന് കുറേ സംശയങ്ങൾ, അതെന്താ ഇതെന്താ. അപ്പോൾ ഇന്നത്തെ സംശയം മുഴുവൻ അപ്പാപ്പൻ സ്കൂട്ടറിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ സ്കൂട്ടറിലല്ല വന്നത്, പാപ്പൻ്റെ കൂടെയാണ് വന്നത്. അതെന്താണ് കാര്യം, അതാണ് ഇന്ന് അറിയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ടയർ പഞ്ചറായിട്ട് വണ്ടി റോട്ടിൽ നിന്നു പാപ്പൻ കൊണ്ടുവന്നാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മൂപ്പർക്ക് ഹാപ്പിയായി, മൂപ്പരിതാ കിടക്കാൻ പോയി. ഇനിയിപ്പോൾ എൻ്റെ ഒതുക്കലും പെറുക്കലും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ ഒതുക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം കാണിച്ചിട്ടുമില്ല കേട്ടോ. ഇനി എനിക്ക് വേണം ഒതുക്കാനായിട്ട്, അത്രയധികം വലിച്ചു വരിയിട്ടുണ്ട്. അത് ഒതുക്കി കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ നേരം പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എക്സ്പോർട്ട് ചെയ്യണ നേരം കൊണ്ട് എനിക്കത് ഒതുക്കാം, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ പ്ലാൻ ചെയ്താൽ വേഗം കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു.